ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നല്ല വിഷമമുള്ളൊരു ഡേ ആണ്. നമുക്കല്ല, നമ്മളെ പൂച്ചകൾക്ക്. കാരണം അവരെ ഗ്രൂമിങ്ങിന് കൊണ്ടുപോവാണ്. ഗ്രൂമിങ്ങിന് കൊണ്ടുപോകാനാൽ ഇതിനേക്കാളും വലിയ വിഷമം അവർക്ക് ഉണ്ടായി കാണില്ല. അപ്പോൾ നമ്മൾ ഇവരെ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകുന്നത് എടപ്പാൾ റോഡ് ചങ്ങരംകുളം സെൻറ്റർ എത്തുന്നതിൻ്റെ മുന്നേ ദി പെറ്റ് പറഞ്ഞൊരു ഷോപ്പിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അവരെ എടുത്തിട്ട് നേരെ ഷോപ്പിലേക്ക് പോവാണ്. ഞാനും എൻ്റെ കസിനും എൻ്റെ ഉമ്മയും കൂടിയിട്ടാണ് പോയത്. അപ്പോൾ വീഡിയോ ഉമ്മാൻ്റെ വകയാണ്. ഈ ഷോപ്പിൽ ഒരു പെറ്റിന് വേണ്ട എല്ലാവിധ സാധനങ്ങളുണ്ട്. കളിപ്പാട്ടങ്ങളായാലും ചീർപ്പോ സ്നാക്സോ അല്ലെങ്കിൽ ഫുഡോ എന്തായാലും എല്ലാതും ഈ കടയിൽ അവൈലബിൾ ആണ്. ഇവിടെ പല ടൈപ്പ് ചീർപ്പ്, അതുപോലെ നെയിൽ കട്ട് ചെയ്യണത്, ഇവർക്ക് വേണ്ട എല്ലാവിധ സാധനങ്ങളും കളിപ്പാട്ടങ്ങളായാലും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് മിയനെ വെച്ചിട്ടാണ്. ഈ മിയനെ ക്ലീൻ ചെയ്യണ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അവൾ കുറുമ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനി ഈ വീഡിയോയിൽ കാണാം എന്തൊക്കെ കുറുമ്പം അല്ലെങ്കിൽ എന്തൊക്കെ വിക്രസ് ഇവർ കാട്ടുമെന്ന്. മിയ ഭയങ്കര അച്ചടക്കമുള്ളൊരു കുട്ടിയാണ്. അവളെ പ്രാന്താക്കണത് വരെ അവളെ പ്രാന്താക്കി കഴിഞ്ഞാൽ ഇതിനേക്കാൾ അഗ്രസീവായ പൂച്ച വേറെ എവിടെയും ഉണ്ടാവില്ല. പക്ഷെ പാവാണ്. നമ്മൾ വീട്ടിൽ നിന്ന് കുളിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവൾ നിന്ന് തരും. ക്ലീനാക്കാനും നഖം വെട്ടി കൊടുക്കാനൊക്കെ ആണെങ്കിൽ അവൾ നിന്ന് തരും. പക്ഷെ അറിയാത്തൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് ആണ് ഗ്രൂം ചെയ്യിപ്പിക്കണമെന്ന് വെച്ചാൽ അപ്പം അവൾ ഭയങ്കര അഗ്രസീവാകും. ഇപ്പോൾ പാവമായിട്ട് നിൽക്കുന്നുണ്ട്. ഇവളിഞ്ഞ് കുളിപ്പിക്കാൻ വേണ്ടി ഇറക്കുമ്പോൾ കാണാം എത്രത്തോളം കുറുമ്പത്തിയാണെന്ന്. പാവൻ്റെ മിയ ശരീരത്തിന് രോമം പോയപ്പോൾ എന്തൊക്കെയോ ഭാരം കുറഞ്ഞതിൻ്റെ സന്തോഷത്തിലാ വിഷമത്തിലാ അറിയില്ല. ഒന്നില്ലെങ്കിൽ ഭാരം കുറഞ്ഞതിൻ്റെ സന്തോഷത്തിൽ, അല്ലെങ്കിൽ അവളെ മുടി പോയതിൻ്റെ വിഷമത്തിൽ. എന്തായാലും സൈലൻ്റായിട്ട് ഇരിക്കേണ്ട ആള്. പൂച്ചകളെ ഇടയ്ക്കിടയ്ക്ക് ഗ്രൂം ചെയ്യണത് നല്ലതാട്ടോ. കാരണം അവരുടെ രോമം ഇങ്ങനെ വളർന്ന് വലുതായ സ്ഥിതിക്ക് അവരുടെ സ്കിന്നിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വല്ലതും ഉണ്ടോയെന്ന് നമ്മൾ കുളിപ്പിച്ചാൽ കൂടിയും കാണില്ല. അപ്പോൾ ഗ്രൂം ചെയ്യുമ്പോൾ മീയുടെ പുറത്ത് കുറച്ച് അടയാളുണ്ട്. അത് വലിയ പ്രശ്നമൊന്നുമല്ല, ജസ്റ്റ് നമ്മൾ കുളിപ്പിക്കുന്നത് ഉള്ളിക്കെത്താത്തതിൻ്റെ പ്രശ്നമാണ്. അപ്പം നമ്മൾ എത്ര ബ്രഷ് വെച്ച് ഉരച്ച് കൊടുത്താലും അവരുടെ രോമത്തിന് നല്ല ഉള്ളിക്ക് കയറില്ല. അപ്പോൾ ഗ്രൂം ചെയ്തപ്പോഴാണ് ഇത് കാണുന്നത്. അതുകൊണ്ട് നമ്മൾ പൂച്ചകളെ ഇടയ്ക്കിടയ്ക്ക് ഗ്രൂം ചെയ്യണത് നല്ലതാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു, അത് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷേ ഡിലീറ്റ് ആയിപ്പോയി. ഞങ്ങൾ തലയിൽ ഇത് വെച്ചെടുത്തിട്ട് എന്തുകൊണ്ടാ വെച്ചാൽ അവളുടെ രോമം വെട്ടി കഴിയുന്ന സമയത്ത് അവൾ തിരിഞ്ഞൊരു കടി കൊടുത്തു. ആയ സ്ഥിതിക്ക് ഈ സാധനം ഇടേണ്ടി വന്ന്. ഈ ഒരു ഭാഗം കണ്ണുകൾക്ക് ചിലപ്പോൾ തോന്നും ഇങ്ങേര് ഇവളെ കാല് പിടിച്ച് വലിക്കണമെന്ന്. സംഭവം അങ്ങനെയല്ല. ആള് മെല്ലെ, അതായത് വേദനിപ്പിക്കാത്ത രീതിക്കാണ് പിടിക്കണത്. പക്ഷെ ഇവള് നീറ്റിട്ട് കാല് വലിക്കുമ്പോഴാണ് ഇവളെ വേദനിപ്പിക്കണ പോലെ എല്ലാവർക്കും തോന്നുക. ഇത് വീഡിയോ എടുത്തിട്ട് എൻ്റെ താത്തക്കൊന്ന് കാണിച്ചെടുത്തപ്പോൾ താത്തയും പറഞ്ഞിരുന്നു ഇയാൾ വേദനിപ്പിക്കണ പോലെ ഉണ്ട്. അപ്പോൾ ശരിക്കും ഇങ്ങേര് ഉപദ്രവിക്കണമെന്നില്ല, മിയ നീറ്റിട്ട് കാല് പിടിച്ച് വലിക്കണോണ്ട് തോന്നണതാണ്.
ആ ഇനി അവളെ കുളിപ്പിക്കാൻ ഇറക്കാണ്. ഇവളെ കലാപരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവള് നൃത്തം കളിക്കണ കാണാം. ഇത് കാണുന്നവര് കമന്റ് ഇടുക, ഇത് കാവടിയോ കുച്ചിപ്പിടിയോ അറിയില്ല, അങ്ങനെ നിന്ന് ചാടുണ്ട് ഇവള്. മിയയുടെ കുളി കഴിഞ്ഞാല് മിയയുടെ പേഴ്സണാലിറ്റി മൊത്തത്തിലാണ്ട് ചേഞ്ച് ആവും. ആളുടെ രൂപം മെലീന പോലെ ആണെങ്കിലും ഇനി അവളെ പേഴ്സണാലിറ്റി എങ്ങനെ ചേഞ്ച് ആയിക്കണമെന്ന് കാണാം. മിയയുടെ നോട്ടം നോക്കിട്ടോ, വീട്ടിലെത്തട്ടടി നിന്നെ കടിച്ചു കീറി കാണിച്ചരാ പറയണ പോലെയുള്ള നോട്ടം. കൂടെ കൂടെ അവള് ആളെന്ന് മയക്കെടുക്കാൻ വേണ്ടി സോപ്പ് ഇടുന്നുണ്ട്. വേണ്ട പ്ലീസ് വേണ്ട അങ്ങനെ പറഞ്ഞിട്ട്. ആള് പാവാണ്, എന്നാലും ഭയങ്കര അഗ്രസീവാണ്. അപ്പോൾ മിയുടെ കഴിഞ്ഞ സ്ഥിതിക്ക് ചെക്കനോടെ റൗണ്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ അവനെടുത്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് സംഭവം അപ്പം തന്നെ കത്തിയിരുന്നു, കാരണം അവൻ അവിടെ നിന്ന് പോരാൻ കൂട്ടാക്കിയിരുന്നില്ല. സോ ആദ്യം അവനെ ഡ്രിം ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവനക്ക് അധികം ഇല്ല, എന്നാലും മൊത്തത്തിൽ ഒന്ന് ഡ്രിം ചെയ്തെടുക്കാൻ വിചാരിച്ച്. അപ്പം ഇവന് സൈലന്റ് ആയിക്കാണ്. ഇവൻ സൈലന്റ് ആണ് കുളിപ്പിക്കണത് വരെ. ഒരു പക്ഷെ മിയനേക്കാളും അടക്കവും ഒതുക്കവും ഉണ്ടാകുക ഇവൻ തന്നെയാണ്. ഇവൻ ഭയങ്കര സൈലന്റാണ്. ഒരു അടിക്കോ ഉപദ്രവിക്കാനോ ഒന്നിനും അവൻ നിൽക്കില്ല. അഗ്രസീവോ അല്ല, പക്ഷെ കുളിപ്പിക്കാൻ നിന്ന മൊത്തത്തിൽ പ്രശ്നമാണ്, ആകെ പ്രശ്നമാണ്. പിന്നെ ഇവനിക്ക് ആ ട്രിമ്മറുടെ സൗണ്ട് കേൾക്കണത് പേടിയായതുകൊണ്ട് അവന് അഗ്രസീവ് ആവില്ല, പക്ഷെ അവൻ പേടിച്ചിരിക്കുകയാണ്. പക്ഷെ ഇയാള് ആകെ അവനെ മയക്കെടുത്ത തന്നെ പേടിയൊന്ന് മാറ്റിയെടുത്തിട്ടാണ് അവനെ ഗ്രൂം ചെയ്യണത്. ഇവനെ കുളിപ്പിക്കണ വീഡിയോ എൻ്റെ മിസ്സായിക്കണം. അപ്പോൾ കുളിപ്പിച്ച് കഴിഞ്ഞ് ആകെ സെറ്റാക്കി പെർഫ്യൂമൊക്കെ അടിച്ച് അങ്ങനെ ലാസ്റ്റ് ഇവൻ ആ ക്ഷീണത്തിൽ വന്ന് കിടക്കണതാണിത്. ഇത് വീട്ടിലേക്ക് കൊടുന്ന് അവൻ ആ ക്ഷീണത്തിൽ അങ്ങനെ കണ്ട് ഇരിക്കുകയാണ്. നല്ല രസം അങ്ങനെ ഇരിക്കണ കാണാൻ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. ഇപ്പോൾ എന്തൊക്കെ ഇതാണ് ഉള്ളത്. ബൈ.